മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ജലീലിനെ ഒരു സംഘം ആക്രമിച്ചതായി പരാതി. പർദ്ദ ധരിച്ചെത്തിയ 4-അംഗ സംഘമാണ് ഡോക്ടറെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിലെ ഡോക്ടർമാർ ഇന്ന് പ്രതിഷേധ സൂചകമായി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ് ചേരുന്ന വിവരങ്ങളുമായി. ഷഹീദ്, എന്താണ് ഉണ്ടായത്? സംഭവം ഉണ്ടായത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ വനിതാ ഡോക്ടറാണ് ഡോക്ടർ സിനി ജലീൽ. അവർ പ്രവർത്തിക്കുന്ന ഒരു സമീപത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് ഈ ആക്രമണം നടന്നത്. ജില്ലാ ആശുപത്രിക്ക് സമീപം പഞ്ചമി സ്കൂൾ റോഡിലാണ് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഡോക്ടറെ കാണാൻ വേണ്ടി 300 രൂപ ഫീസ് അടച്ചാണ് ഇവർ പർദ്ദ ധരിച്ചെത്തിയ ആളുകൾ ഡോക്ടറെ കാണാൻ എത്തിയത്. പിന്നീട് ആണ് ആക്രമണം. ഡോക്ടറുടെ മുറിയിൽ വെച്ചാണ് ആക്രമണം നടന്നത്. സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഡോക്ടറെ അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഗൈനക്കോളജി വിഭാഗം ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു ഗർഭിണിയായ സ്ത്രീ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. അന്ന് തന്നെ അതിനെക്കുറിച്ച് ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ സംഭവമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെരിന്തൽമണ്ണ പോലീസ് ആശുപത്രിയിലെത്തി ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ ആക്രമിച്ച ഈ സംഘത്തിൽ പർദ്ദ ധരിച്ചെത്തിയ സംഘത്തിൽ പുരുഷന്മാരോ ഉണ്ട് എന്നുള്ളൊരു സംശയവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. സംഭവത്തിലാണ് ഇപ്പോൾ IMA ഭാരവാഹികൾ വലിയ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. പ്രതിഷേധ സൂചകമായി സമരത്തിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണം തടയണം എന്നത് വളരെ ശക്തമായി ബാധിക്കുന്ന ഒരു കാലത്ത് തന്നെയാണ് ഇത്തരത്തിലും ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇതിനു മുൻപ് സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന്. ചികിത്സാ പിഴവ് ആരോപിച്ചാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനെ തുടർന്നാണെന്നാണ് സംശയിക്കുന്നത്. വ്യക്തമായ കാരണം ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഷഹീദിനോട് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു, പർദ്ദ ധരിച്ചെത്തിയ സ്ത്രീകൾ തന്നെയാണോ അതോ പർദ്ദ ധരിച്ച് പുരുഷന്മാരും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്നത്. അങ്ങനെ ഒരു സംശയം കൂടി നിലവിൽ പറയുന്നുണ്ട് മുഹമ്മദ് ഷഹീദ്.